ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ എട്ടാമത്തെ രാശിയായ വൃശ്ചികം രാശിക്കാർക്ക് 2026 സെപ്റ്റംബർ മാസത്തിലെ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം. ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സാമാന്യ ഫലങ്ങളാണ്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക് അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും, തീർച്ചയായും കാണുക. വൃശ്ചികൻ രാശിയുടെ രാശിയധിപൻ ചൊവ്വയാണ്. വിശാഖത്തിന്റെ 4ാം പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികം രാശിയിൽ ഉൾപ്പെടുന്നത്. ഈ ഗ്രഹനിലകൾ അനുസരിച്ച് ഈ മാസം നിങ്ങളുടെ ആരോഗ്യം, ശിക്ഷ, സ്നേഹബന്ധം, ദാമ്പത്യം, ഭാഗ്യം, കരിയർ, ബിസിനസ് എല്ലാം എങ്ങനെയായിരിക്കും? വീഡിയോ കാണുക. ഈ മാസത്തെ ഗ്രഹനില നോക്കാം. നിങ്ങളുടെ രാശിപതിപനായ ചൊവ്വ 8ാം ഭാവത്തിലും 4ൽ രാഹു, 5ൽ ശനി, 9ാം ഭാവത്ത് വ്യാഴം, 10ൽ സൂര്യൻ, കേതു, അതുപോലെ തന്നെ ബുധനും കൂടെയുണ്ട്. 11ാം ഭാവത്ത് ശുക്രനുമാണ്. കൂടാതെ ഈ മാസം രാശിപ്രവർത്തനം ചെയ്യുന്ന ഗ്രഹങ്ങൾ 3 സെപ്റ്റംബറിന് ശുക്രനും, 7 സെപ്റ്റംബറിന് ബുധനും, 17ന് സൂര്യനും, 19 സെപ്റ്റംബറിന് ചൊവ്വയുമാണ് രാശിമാറ്റം ചെയ്യുന്ന ഗ്രഹങ്ങൾ. മാസത്തിന്റെ തുടക്കത്തിൽ രാശിയധിപനായ ചൊവ്വ 8ാം ഭാവത്തിലാണ്. 8ാം ഭാവത്തിലെ ചൊവ്വ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ, മാനസിക സമ്മർദ്ദം, സാമ്പത്തിക കാര്യങ്ങളിൽ ജാഗ്രത, കൂടാതെ പഴയ പ്രശ്നങ്ങൾ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതിനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ സെപ്റ്റംബർ 19ന് ചൊവ്വ 9ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ കാര്യങ്ങളിൽ വലിയൊരു മാറ്റം തന്നെ പ്രതീക്ഷിക്കാം. ഭാഗ്യം, യാത്ര, ഉന്നത വിദ്യാഭ്യാസം, ആത്മീയത, പിതാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിദേശ ബന്ധങ്ങൾ തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ അനുകൂലമായ സാഹചര്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനോടൊപ്പം 9ാം ഭാവത്തിലെ ഉച്ചസ്ഥനായ വ്യാഴത്തിൻ്റെ സാന്നിധ്യം ഭാഗ്യത്തിന് കൂടുതൽ ശക്തി നൽകുന്ന ഒരു പ്രധാന ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ മാസത്തിൻ്റെ ആദ്യ പകുതിയേക്കാൾ സെപ്റ്റംബർ 19ന് ശേഷമുള്ള കാലഘട്ടം കൂടുതൽ പ്രതീക്ഷ നൽകുന്നതായിരിക്കും വൃശ്ചികം രാശിക്കാർക്ക്. ഈ മാസം നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയിരിക്കുമെന്ന് നോക്കാം. ആരോഗ്യകാര്യങ്ങളിൽ ഈ മാസം വൃശ്ചികം രാശിക്കാർക്ക് കുറച്ച് ശ്രദ്ധ തീർച്ചയായും വേണ്ടതാണ്. 8ാം ഭാവത്തിലെ ചൊവ്വ മാസത്തിൻ്റെ ആദ്യ ഭാഗത്ത് ആയതിനാൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള ക്ഷീണം, അതുപോലെ തന്നെ ചെറിയ ചെറിയ പരിക്കുകൾ, ഇൻഫെക്ഷൻ തുടങ്ങിയ കാര്യങ്ങൾ വരുന്നതിനുള്ള സാധ്യതയുണ്ട്. അമിതമായ വേഗതയും അശ്രദ്ധയും ഒഴിവാക്കണം. ഡ്രൈവിംഗ് ചെയ്യുന്നവർ, വാഹനം ഓടിക്കുമ്പോൾ തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. സെപ്റ്റംബർ 19ന് ചൊവ്വ 9ാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ആരോഗ്യസ്ഥിതിയിൽ കുറച്ച് ആശ്വാസം ലഭിക്കും. സ്ഥിരമായ ആരോഗ്യ പ്രശ്നങ്ങളോ അസ്വസ്ഥതകളോ ഉള്ളവർ സ്വയം ചികിത്സിക്കാതെ ഡോക്ടറിൻ്റെ നിർദ്ദേശം തീർച്ചയായും സ്വീകരിക്കേണ്ടതാണ്. ദിവസവും ചെറിയ രീതിയിലുള്ള എക്സസൈസൊക്കെ, അതുപോലെ തന്നെ ആഹാരം